നബിമാരുള്ള വിശ്വാസം എന്ന വിഷയത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് ചർച്ച ചെയ്തു വരുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. അതിൽ നമ്മെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഭാഗം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അതിന്റെ വിശ്വാസവും കർമ്മവുമൊക്കെയായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. ഇതിൽ ഒരു നബി എന്ന നിലക്ക് ഏറ്റവും പ്രസക്തമായി വരുന്നൊരു ഭാഗം അദ്ദേഹം ഒരു മാതൃകാ പുരുഷനായിരുന്നു എന്നതാണ്. ഈ മാതൃകാ പുരുഷൻ എന്ന വാക്ക് നമ്മൾ സാധാരണമായി പ്രസംഗത്തിൽ പറയുകയും കേൾക്കുകയും ചെയ്യുന്നൊരു സംഗതിയാണ്. നബി ഒരു മാതൃകാ പുരുഷനാണ്, മാതൃകാ പുരുഷനാണ്. എന്നാൽ അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ലഘുവായിട്ട് കാണുന്നത് പോലുള്ളൊരു കാര്യമല്ല അത്. അള്ളാഹുവിന്റെ റസൂൽ ഒരു മാതൃകാ പുരുഷനാണ് എന്നത് 100% ശരിയായ ഒരു പ്രസ്താവമാണ്. ഒരു മാതൃകാ പുരുഷനാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ മരണം വരെ താൻ കടന്നു കഴിഞ്ഞു പോകുന്ന മേഖലകളിലൊക്കെ എങ്ങനെ വർത്തിക്കണം, എങ്ങനെ ജീവിക്കണം എന്നതിന്, എവിടെ പരിശോധിക്കണം എന്നതിന് ഒരു ഉത്തരം ആ വിഷയത്തിലൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്ന് നോക്കി പ്രവർത്തിക്കുക എന്നതാണ്. അതാണ് മാതൃക എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു മാതൃകാ പുരുഷൻ മുസ്ലിങ്ങൾക്കല്ലാതെ അല്ലെങ്കിൽ ഇസ്ലാമിനല്ലാതെ ഇല്ല. നമുക്ക് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയാവുന്ന ഒരു കാര്യമാണ്. ഒരു മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എല്ലാ സമൂഹത്തിനും ആവശ്യമാണ്. ഏതൊരു ജനതയെ സംബന്ധിച്ചും അവരുടെ ജീവിതത്തിന്റെ കാലാകാലങ്ങളിൽ വരുന്ന വിഷയങ്ങളിലൊക്കെ എങ്ങനെ മുന്നോട്ട് പോകണം, അവരെ അലക്ഷ്യമായി വിടാതെ, അലസമായി വിടാതെ കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, ചലിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയല്ല, അങ്ങനെ ജീവിച്ച് മാതൃക കാണിച്ചു കൊടുക്കുന്ന ഒരാൾ മുന്നിൽ നിന്ന് കാണിച്ചു തരിക എന്നത് ഏതൊരു സമൂഹത്തെ സംബന്ധിച്ച് ആവശ്യമുള്ള കാര്യമാണ്. എന്നിട്ട് അത് നോക്കിയിട്ട് ബാക്കിയുള്ള ആളുകൾ ജീവിക്കുക എന്നതാണ് മാതൃക. അങ്ങനെ ഒരു മാതൃകാ പുരുഷൻ ഇവിടെ ഒരു സമുദായത്തിനും ഒരു സമൂഹത്തിനും ഇല്ല. ഇവിടുത്തെ ഏതെങ്കിലും മതവിഭാഗത്തിനും ഇല്ല. അങ്ങനെ ഉള്ള ഏക വിഭാഗമാണ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം. അപ്പൊ നമ്മൾക്ക് ചെറിയ രൂപത്തിൽ പരിശോധിച്ച് നോക്കാം. ഇവിടുത്തെ നമ്മുടെ തൊട്ടു മുമ്പുള്ള ഒരു സമൂഹമാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ അനുയായികൾ എന്നറിയപ്പെടുന്ന ക്രൈസ്തവ വിഭാഗം. ക്രിസ്ത്യൻ വിഭാഗം വളരെ ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അവർക്ക് അവരുടേതായ ഒരു നിയമാവലിയും ചിട്ടയും ഒക്കെ ഉണ്ട്. ഒരു പ്രത്യേകമായ സെറ്റപ്പിലാണ് അവർ പോകുന്നത്. ലോകത്തെല്ലായിടത്തും അവർ അങ്ങനെയാണ്. അവരുടെ പുണ്യപുരുഷനാണ് ശ്രീ യേശു ക്രിസ്തു. അവർ പറയുന്നത് ശ്രീ യേശു ക്രിസ്തു അവരുടെ പുണ്യപുരുഷനാണ്. അവരുടെ സങ്കല്പം അനുസരിച്ച്, വിശ്വാസം അനുസരിച്ച് ദൈവത്തിന്റെ മൂന്നിലൊരംശമാണത്. ത്രിയേകത്വം എന്ന് അവർ പറയുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ ഈ 3 ഭാഗങ്ങളിൽ പുത്രൻ എന്ന് പറയുന്ന ഭാഗമാണ് യേശുവിനെ അവർ സങ്കല്പിച്ചിട്ടുള്ളത്. അത് പിന്നീട് പറഞ്ഞുകൂടി ദൈവം തന്നെയാണ് അവതരിച്ചതാണ്, ദൈവമാണ് എന്നിടത്തോളം അങ്ങനെ എത്തും. ബാക്കി 2 ഭാഗം അവഗണിക്കുകയും യേശു തന്നെയാണ് ദൈവം എന്നിടത്തെത്തും. അത് അവരുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ പറയുന്നത്
യേശുവിന്റെ നേതൃത്വത്തിലുള്ള മതത്തിലേക്ക് അവർ ക്ഷണിക്കുന്നത്, ലോകത്തുള്ള മനുഷ്യരോടൊക്കെ അവർ പറയുന്നത്, ജനങ്ങളെ, നിങ്ങൾ മുഹമ്മദിനെ ഒഴിവാക്കി, ശ്രീ ബുദ്ധനെ ഒഴിവാക്കി, കൃഷ്ണനെ ഒഴിവാക്കി, കൺഫ്യൂഷ്യസിനെ ഒഴിവാക്കി, അങ്ങനെ അങ്ങനെ കുറെ ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ ഒഴിവാക്കി നിങ്ങൾ യേശുവിനെ മാതൃകയാക്കണം എന്ന് ഇവിടുത്തെ ഒരു ക്രൈസ്തവ സഭയും ലോകത്തോട് പറയുന്നില്ല, ഒരു സഭയും പറയുന്നില്ല. മറിച്ച് അവരൊക്കെ ലോകത്തോട് പറയുന്നത്, നിങ്ങൾ ഇവരെയൊക്കെ ഒഴിവാക്കി യേശുവിനെ വണങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ്. യേശുവിനെ മാതൃകയാക്കണമെന്ന് അവർ പറയുന്നില്ല. മാതൃക ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ വേറൊരു വിഷയമാണ്. അതിന്റെ അനുയായികളായ അതിന്റെ സഭാപിതാക്കന്മാരോ മതമേലധ്യക്ഷന്മാരോ ക്രൈസ്തവ പുരോഹിതന്മാരോ ഒക്കെ പറയുന്ന, അതൊക്കെ അവരുടെ പേരുകളാണ്, അതൊക്കെ അവരുടെ പേരുകളാണ്. അതൊക്കെ ഈ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സഭയുടെ ആചാര്യനും നമ്മോട് പറയുന്നില്ല, നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് വന്നിട്ട് യേശുവിനെ മാതൃകയാക്കി ജീവിക്കേണ്ടതാണ് എന്ന് അവർ പറയാറില്ല, പറയില്ല. നമ്മുടെ ആരോട് പറയും? മറിച്ച് നിങ്ങൾ യേശുവിനെ വണങ്ങണം, യേശുവിനെ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഹിന്ദു വിഭാഗം നമ്മുടെ നാട്ടിലുള്ളവരാണ്. ശ്രീകൃഷ്ണൻ ആണ് അവരുടെ ഒരു ആരാധ്യ പുരുഷൻ. കൃഷ്ണനെ നമ്മൾ വിശദമായി പഠിക്കുന്നൊന്നുമില്ല. നമ്മൾക്ക് അറിവും നമ്മൾക്ക് കിട്ടുന്ന വായനയിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരം, അദ്ദേഹത്തെ പറ്റി കുറെ സങ്കല്പങ്ങളുണ്ട്. അതിന്റെ ശരിതെറ്റുകളിലേക്ക് നമ്മൾ പോകുന്നില്ല. പല കൃഷ്ണലീലകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഗതികളുണ്ട് അദ്ദേഹത്തെ പറ്റി. അദ്ദേഹം ജീവിച്ചിരുന്നോ എന്നതുപോലും ചരിത്രകാരന്മാർ സംശയിക്കുന്ന കാര്യങ്ങൾ. യേശുവിനെ പറ്റിയും ആ സംശയമുണ്ട്. അങ്ങനെ ആൾ ജീവിച്ചു, ചരിത്രത്തിന്റെ ഭാഷയിലാണ് പറയുന്നത്. ക്രിസ്തുവും കൃഷ്ണവും ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പുസ്തകം എഴുതിയവരുണ്ട് നമ്മുടെ നാട്ടില്. അപ്പോ ഈ ശ്രീകൃഷ്ണൻ ഒരു സങ്കല്പമാണ്, അല്ലാതെ വസ്തുതയല്ല. സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം അവർക്ക് ഒരു മാതൃക, ഒരു മോഡൽ എന്നൊക്കെ കാണാൻ വേണ്ടി ഒരാളെ സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. അങ്ങനെ പണ്ടുണ്ടായിരുന്നു പോലും, അതിൽപ്പെട്ട ഒരാളാണ്. ഇനി അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ശ്രീകൃഷ്ണനെ അംഗീകരിക്കുന്നു. ശ്രീകൃഷ്ണന്റെ ആളുകൾ, ഹൈന്ദവ സഹോദരന്മാർ, ഈ ലോകത്തെ മനുഷ്യരോട് നിങ്ങൾ മുഹമ്മദിനെ ഒഴിവാക്കി, യേശുവിനെ ഒഴിവാക്കി, ശ്രീ ബുദ്ധനെ ഒഴിവാക്കി, അങ്ങനെ അങ്ങനെ ജിനനെ ഒഴിവാക്കി, ഇങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ മതത്തിന്റെ ആളുകളായിട്ട് അറിയുന്ന ആളുകൾ. ഇവരൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ശ്രീകൃഷ്ണനെയാണ് മാതൃകയാക്കേണ്ടത് എന്ന് ഇവിടുത്തെ ഒരു ഹിന്ദു വിഭാഗവും അതിൽ അവാന്തര വിഭാഗങ്ങൾ ഏതെങ്കിലും ഒന്ന് ലോകത്തോട് ഇതുവരെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അവരൊക്കെ പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ കൃഷ്ണനെ വണങ്ങണം, കൃഷ്ണനെ പ്രാർത്ഥിക്കണം എന്നാണ്. അവർക്കാർക്കും മാതൃകാ പുരുഷന്മാരില്ല. ഇനി വേറെ ശ്രീബുദ്ധന്റെ ആൾക്കാർ പറയും വേണ്ട, ഒന്നുമില്ല, ആരടുത്തുമില്ല. ഏതെങ്കിലും ഒരു ലോകത്ത് അങ്ങനെ ഒരു മാതൃകാ പുരുഷനെ നമ്മൾ കേട്ടില്ല. എന്നാൽ മുസ്ലിങ്ങൾ, അതിലൊരുപാട് അവാന്തര വിഭാഗങ്ങളും പല കക്ഷികളും വഴക്കുകളും ഒക്കെ ഉണ്ട്. എല്ലാ വിഭാഗവും ഒരുപോലെ പറയുന്ന ഒരു സംഗതി എന്താ അറിയുക? പിന്നെ ഖുർആൻ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു സംഗതി, നിങ്ങൾ ഇവരെയൊക്കെ ഒഴിവാക്കിയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രാർത്ഥിക്കണം, അദ്ദേഹത്തെ വണങ്ങണം, അദ്ദേഹത്തെ ആരാധിക്കണം എന്നല്ല. നമ്മളൊക്കെ പറയുന്നത് ഒരു അവ്യക്തതയും ഇല്ലാതെ ലോകത്തോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മാതൃകയാക്കി ജീവിക്കണമെന്നാണ്. അങ്ങനെ പറയുന്ന അവകാശപ്പെടുന്ന ലോകത്തെ ഏക മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ ഒരു അഹങ്കാരത്തോടുകൂടി പറയാനല്ല, അതതിൻ്റെ ഒരു വസ്തുതയാണ്. അതൊരു വസ്തുതയാണ്. ആ വസ്തുത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും അങ്ങനെ ഒരു അവകാശവാദമല്ല. ഈ പറഞ്ഞതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നബിയായി നിയുക്തനായ കാലഘട്ടം മുതൽ അന്ത്യനാൾ വരെയുള്ള മനുഷ്യന്മാർക്കും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും
ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ അവിടെയൊക്കെ മുന്നിൽ പ്രശ്നം വരുമ്പോൾ മുന്നിൽ നിൽക്കുന്ന മുഹമ്മദ് നബിയെ നോക്കിയിട്ട് അതേപോലെയാണ് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനത്തെ ഒരു മനുഷ്യൻ അള്ളാഹ് അയച്ചെന്നാണ് നബി. നമ്മളത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. നമ്മളത് അതിന്റെ ആൾക്കാരായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഗൗരവം തോന്നാതെ പോവാ. ലോകത്ത് കാണുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങൾ, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങൾ, അവരെ നമ്മൾ നിരീക്ഷിച്ചു നോക്കുക. അവരെ നിരീക്ഷിച്ചാൽ കിട്ടുന്ന ഒരു റിസൾട്ട് എന്താ പറയുക നിങ്ങൾ? അവരുടെ ഒക്കെ ജീവിതത്തിന്റെ ഉള്ളും പുറവും അതീവ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യം മുതൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയമടക്കം നിത്യേന അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് നബി എന്ത് ചെയ്തു നോക്കിയിട്ടാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയത്. ഇപ്പോ 14 നൂറ്റാണ്ട് കഴിഞ്ഞു, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നു, വലത് കൈയോട് കഴിക്കുന്നു. എന്താ കാരണം? മുഹമ്മദ് നബി അങ്ങനെയാണ് ചെയ്തത്. വസ്ത്രം ഉടുക്കുമ്പോൾ പുരുഷന്മാർ നെരിയാണിന്റെ മേലെ കയറ്റി ഉടുക്കുന്നു. സ്ത്രീകൾ മുഖവും മുൻകൈ ഒഴികെ അല്ലാത്ത ഭാഗങ്ങൾ മറക്കുന്നു. നബി നിർദ്ദേശിച്ചതാണ്. അതൊരു ചെറിയ കാര്യം. കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നിരുന്നു. നമ്മൾ കിടക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുന്നു പല ആളുകളും. ഇന്ന വാക്കുകളൊക്കെ ഉരുവിടണം, കിടക്കുമ്പോൾ പ്രാർത്ഥിക്കണം എന്ന് മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ ഇല്ല, ആരും അറിയില്ല, ചെല്ലാതിരുന്നാൽ വളരെ സ്വകാര്യതയിൽ പോലും ആ വാക്കുകൾ ഗൗരവമായി കണ്ട് അതേപോലെ അനുധാവനം ചെയ്യുന്ന ജനങ്ങൾ കോടിക്കണക്കിനാണ് ലോകത്ത്. അതാണ് മാതൃകാ പുരുഷൻ. ഏതെങ്കിലും ഒരു മതത്തിന്റെ ആചാര്യനെ പുണ്യപുരുഷൻ എന്നാണ് അവർ പറയാ. പുണ്യപുരുഷനെ ഇങ്ങനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ലോകത്തുണ്ടോ നോക്കുങ്ങള്? അങ്ങനല്ല. ആർക്കും അങ്ങനെ ഒരു സംഗതി ഇല്ല ലോകത്ത്. ഇനി മതമല്ലാത്ത ഏരിയകളിലെ ആൾക്കാരുണ്ടല്ലോ, വലിയ പരിഷ്കർത്താക്കളായി അറിയപ്പെടുന്ന ആളുകൾ, നേതാക്കന്മാര്, വലിയ വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ട് പലരും. നമ്മളില്ലാന്നല്ലവരുണ്ട്. ഈ പടുത്ത ഈ നൂറ്റാണ്ടിൽ, തൊട്ടുള്ള നൂറ്റാണ്ടിൽ, അതിന് മുമ്പൊക്കെ ഉണ്ട്. നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന കുറെ വിഗ്രഹങ്ങളുണ്ട്, പേരുകളുണ്ട്. ആ പേരുകളൊക്കെ മഹാന്മാർ തന്നെയാണ്. നമ്മുടെ കാലത്ത് ഇന്ത്യ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വലിയ മനുഷ്യന്മാരുണ്ട്. വലിയ സേവനങ്ങളൊക്കെ ചെയ്തവരാണ് ഇവരൊക്കെ. ഏതെങ്കിലും ഒരു വ്യക്തി തന്റെ ജീവിതത്തിന്റെ ഉള്ളും പുറവും ആ മനുഷ്യനെ നോക്കി മാതൃകയാക്കി ജീവിക്കണം എന്ന് പറയാറുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഏരിയകളിൽ, കോണുകളിൽ എന്തെങ്കിലും ചില മാതൃകകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിങ്ങനെ ഒരു കതറിടുന്നിടത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഉദാഹരണമാണ്, ഏതെങ്കിലും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അങ്ങനെയൊക്കെ അല്ലാതെ ഒരു മാതൃകയും ഇവരുടേതൊന്നും ആരും പിന്തുടരാറില്ല. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അതിന്റെ അനുയായികൾക്ക് ഒരു മാതൃകാ പുരുഷനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ടാമത്തെ ഒരു ഭാഗം, ഈ മാതൃക അതിന്റെ ഒരു പ്രത്യേകത എന്താ നിങ്ങൾ? ഇത് മറ്റുള്ളവരാൽ ആരോപിക്കപ്പെട്ടതല്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ. മുഹമ്മദ് നബിന്റെ മാതൃക അനുയായികൾ, ഭക്തന്മാരായ അനുയായികൾ, അങ്ങനെ പറയുന്നത്, ഭക്തരായ അനുയായികൾ മുഹമ്മദ് നബി വലിയ മാതൃകയാണെന്ന് അങ്ങോട്ട് ആരോപിച്ച് അദ്ദേഹത്തെ നിങ്ങളൊക്കെ മാതൃകയാക്കണം എന്ന് പറയുകയല്ല ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ അങ്ങനെയാണ്. അതിന്റെ ഭക്തരായ അനുയായികൾ തങ്ങളുടെ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹം വലിയ മഹാനാണ് എന്ന് അങ്ങോട്ട് പറഞ്ഞ് അദ്ദേഹത്തെ മാതൃകയാക്കി കൊണ്ടുവരികയാണ്. ഉണ്ട് എന്ന് പറഞ്ഞ മാതൃകയിൽ പോലും വളരെ ചെറിയ ഏരിയകളിൽ, ചെറിയ കോണുകളിൽ മാത്രമാണ് ചിലതൊക്കെ പറയാനുള്ളത്. അതിനെ അങ്ങോട്ട് ആരോപിക്കുകയാണ്. എന്നാൽ മുഹമ്മദ് നബിയുടെ മാതൃക അങ്ങനെയല്ല. രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ നിയോഗിച്ച അള്ളാഹു പറയുന്നു നിങ്ങൾക്കൊരു മാതൃകാ പുരുഷനാണ് അദ്ദേഹം. അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നു നിങ്ങളുടെ മാതൃക ഞാനാണ്. ഒന്ന് ഖുർആനിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന
ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അല്ലാഹുവിനെ ധാരാളമായിട്ട് ഓർക്കുന്ന, പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷ അർപ്പിക്കുന്ന ആളുകൾക്ക് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹു നിയോഗിച്ച ആ ദൂതരിൽ, അതാണ് റസൂൽ, സന്ദേശവാഹകനായിട്ട് നിയോഗിച്ച അദ്ദേഹത്തിൽ നിങ്ങൾക്ക് നല്ല ഉത്തമമായൊരു മാതൃകയുണ്ട്. ഇന്ന് അദ്ദേഹത്തെ നിയോഗിച്ച അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് നല്ലൊരു മാതൃകാ പുരുഷനാണ് അയച്ചു തന്നിട്ടുള്ളത്. ഒന്നാമത്. രണ്ടാമത് സ്വയം അവകാശവാദമാണ്. എങ്ങനെ അവകാശവാദം? ഞാനാണ് നിങ്ങളുടെ മാതൃക, എന്നെയാണ് നിങ്ങൾ പിന്തുടരേണ്ടതെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കൂ നിങ്ങൾ. വളരെ പ്രസിദ്ധമായ കുറെ വാക്കുകളുണ്ട്. ഒന്ന് രണ്ടോ ശ്രദ്ധിച്ചു നോക്കൂ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് അറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യ ആയിഷയുടെ അടുക്കൽ 3 പേര് വന്നു. അവർ വിശദമായിട്ട് അന്വേഷിച്ച് പഠിച്ചു പോകണം. അവർക്ക് അറിയേണ്ടതിരുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ പച്ചയായിട്ട് പകലവർ കാണുന്നുണ്ട്. ഇനി ഭാര്യനോട് അന്വേഷിച്ച സ്വകാര്യ ജീവിതം, രാത്രി ജീവിതം, വീട്ടിലെ ജീവിതമൊക്കെ അറിയാലോ. അത് നമ്മൾക്ക് മാതൃകയാക്കാം എന്ന് പറഞ്ഞ വല്ല ഇബാദത്തൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് അങ്ങനെ ചെയ്യാലോ. ഭാര്യനോട് ചോദിച്ചാലാണ് കിട്ടുക എന്നിവന്ന് ചോദിക്കുകയാണ് അവര്. അവർ റസൂലിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവര് കേട്ട് തിരിച്ചു പോകുമ്പോ അവര് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മുഹമ്മദ് നബിയാണല്ലോ, എന്നിട്ട് അദ്ദേഹം ഇത്രയൊക്കെ ചെയ്യുമ്പോ നമ്മൾ അതിന്റെ അപ്പുറം ചെയ്യണം. നമ്മൾ നബിയൊന്നും അല്ലല്ലോ. എന്നിട്ട് ഓരോരുത്തരും പറയുന്നത് എന്താ അറിയോ? ഓരോരുത്തരും പറയുന്നത്, ഞാൻ ഇനി വിവാഹം കഴിക്കില്ല. വിവാഹം കഴിച്ച ഈ ഭാര്യ, കുടുംബം, മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പൊല്ലാപ്പാണ്. അതൊന്നും വേണ്ട, ഇബാദത്ത് ചെയ്യാനായിട്ട് മെനക്കെട്ടിരിക്കുന്നതാണ് ഒരാൾ. വേറെ ആള് പറഞ്ഞത്, ഞാൻ ഇനി ഉറങ്ങില്ല, രാത്രി ഉറങ്ങി ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല, രാത്രിക്ക് നിസ്കരിച്ച് ഇബാദത്ത് ചെയ്ത് അങ്ങനെ കൂടുന്നു. മൂന്നാമത്തെ ആള് പറഞ്ഞത്, ഞാൻ എന്നും നോമ്പെടുക്കും, എന്നും 360 ദിവസം നോമ്പെടുക്കുന്ന. അവരത് പറഞ്ഞിങ്ങനെ പോയി. അപ്പോഴാ റസൂൽ കയറി വരുന്നത്. അപ്പൊ ആയിഷ അള്ളാനെ പറഞ്ഞു, ഇവരിങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ അവരെ വിളിച്ചു നബി, അൻതുമുല്ലദീ ഖുൽതും കദാ വകദാ. നബി അവരോട് ചോദിച്ചു, നിങ്ങളാണോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ചോദിച്ചു. അതേ, വളരെ സന്തോഷത്തിലാ പറയുന്നത്. കാരണം സന്തോഷിക്കേണ്ട കാര്യമുള്ളൂ. കാരണം നേരം വെളുക്കുമ്പോൾ നിസ്കരിക്കുന്ന പറഞ്ഞത്, വർഷം മുഴുവൻ നോമ്പെടുക്കുന്ന പറഞ്ഞത്, കല്യാണം കൂടി കഴിക്കാതെ ആരാധനയിൽ മുഴുവൻ. ഇതിലേറെ നല്ലൊരു സംഗതി പറയാനുണ്ടോ? ഒരു മതത്തെ സംബന്ധിച്ച് നബി പറഞ്ഞ അവരോട് തിരുത്തി പറഞ്ഞു, ഇങ്ങനെയൊന്നും അല്ല, ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പല്ലാത്ത ദിവസം എനിക്കുണ്ടല്ലോ, റമദാനിലല്ലാത്ത കാലത്ത് നോമ്പെടുക്കാതൊക്കെയുണ്ട്, രാത്രി കിടന്നുറങ്ങലുണ്ട്, നിസ്കരിക്കലുണ്ട്, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് കുട്ടികളും മക്കളും കുടുംബമൊക്കെ ഉണ്ട് എന്നാണ്. എന്നിട്ട് പറഞ്ഞൊരു വാക്കാണ് നമ്മളെ വിഷയം. എന്നിട്ട് പറഞ്ഞു, ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. എന്റെ ഈ സുന്നത്ത് അഥവാ ജീവിതചര്യ, ഇതിൽ നിന്ന് ആരെങ്കിലും വ്യതിചലിച്ചു പോയാൽ അവൻ എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ പറയുക? നിങ്ങള്, ഞാനാണ് നിങ്ങളുടെ മാതൃക, എന്നെ പോലെ നിങ്ങൾ ജീവിക്കണം. അങ്ങനെ അവകാശവാദമാണ് റസൂലിന്റേത്. അപ്പൊ അവകാശവാദം എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു അഹങ്കാരമാണല്ലോ. അങ്ങനെയല്ലേ? ഞാനാണ് നിങ്ങൾക്കൊക്കെ മാതൃക, നിങ്ങൾ എന്നെയാണ് മാതൃകയാക്കേണ്ടതെന്ന് ഒരാൾ പറഞ്ഞാൽ അഹങ്കാരമായി മാറും. പക്ഷെ ഇത് അഹങ്കാരത്തിന്റെ ഭാഷയല്ല. ഇവിടെ അദ്ദേഹം അത് പറയാതെ പോയി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? നിങ്ങള് അദ്ദേഹത്തിന്റെ ദൗത്യം നിർവഹിക്കുന്നില്ല എന്നാണ്. നബി പറയേണ്ടതാണത്. ഞാനാണ് നിങ്ങളുടെ മാതൃക, എന്നെ അള്ളാഹു അതിനെ അയച്ചതാണ്, എന്റെ മാതൃകയെ നിങ്ങൾ പിന്തുടരേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അഹങ്കാരല്ല. നമ്മൾ ആരെങ്കിലും ഒരാൾ പറയുമ്പോ അഹങ്കാരവും. പക്ഷെ നബി പറയുമ്പോ തന്റെ ദൗത്യ നിർവഹണം മാത്രമേ ഉള്ളൂ. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നമസ്കരിച്ചു കണ്ടുവോ അങ്ങനെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത്.
എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾക്ക് നിസ്കാരത്തിൽ മാതൃകയാണ്, അത് നിങ്ങൾ പിന്തുടരണം. ചെറുതും വലുതും നിസ്കാരത്തിന്റെ എല്ലാ ഭാഗത്തും. നമസ്കാരത്തില് റസൂൽ എത്ര ശക്തമായിട്ടാ പറഞ്ഞത്, നിങ്ങള് നമസ്കാരത്തിൽ ഇമാമ് തല ഉയർത്തുന്നതിന് മുമ്പ്, സുജൂദിൽ തല ഉയർത്തുന്നതിന്റെ മുമ്പ് തല ഉയർത്തുന്നവർ നബി പറഞ്ഞത് കഴുതത്തലയായിട്ട് പോട്ടെ എന്നാണ്. ഒരു ഭാഷ പോലും അങ്ങനെ ആയിപ്പോയി. എന്റെ മുന്നിൽ തല നിങ്ങൾ ഉയർത്താൻ പാടില്ല. അത്ര നബിയെ പിന്തുടരണം, എല്ലാ കാര്യത്തിലും അങ്ങനെ വേണം. അത്ര നബിനെ ഇമാം ആണ് മാതൃക, മുന്നിൽ നിൽക്കുന്ന ആള്, നയിക്കുന്ന ആള്. അങ്ങനെ എല്ലാ രംഗത്തും പറഞ്ഞു. ഖുദു അന്നി മനാസികക്കും. റസൂൽ ഒരു ഹജ്ജാണ് നിർവഹിച്ചത്. ആ ഹജ്ജ് കഴിഞ്ഞ് ഒരു 3 മാസം പരമാവധി റസൂൽ ജീവിച്ചിട്ടുള്ളൂ, 90 ദിവസത്തിൽ താഴെ. ആ ഹജ്ജിന്റെ അവസാനത്തെ ഘട്ടമാണുള്ളത്. അന്ന് റസൂൽ പറഞ്ഞത് ഖുദു അന്നി മനാസികക്കും, നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ, ഹജ്ജിന്റെ കർമ്മങ്ങൾ, അതിലെ ബലി, അതിലെ മറ്റു കർമ്മങ്ങളൊക്കെ എന്നിൽ നിന്നാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. എന്നിട്ട് കൂടെ പറഞ്ഞു ഒരു പക്ഷേ അടുത്ത വർഷം നിങ്ങളോട് ഒന്നിച്ച് ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എന്നെ കണ്ട് പഠിച്ചിട്ട് വേണം, നിങ്ങൾ പഠിച്ചിട്ട് പോണം, എന്നെ നിങ്ങൾ മാതൃകയാക്കണം. നിങ്ങൾ നോക്കി എല്ലാ രംഗത്തും അതിങ്ങനെ ആവർത്തിച്ച് പറയാണ്, എന്നെ നിങ്ങൾ മാതൃകയാക്കുക, എന്റെ മാതൃകയാണ് സ്വീകരിക്കേണ്ടത്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി ഖുദു അന്നി മനാസികക്കും സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. ഇങ്ങനെ എല്ലാ രംഗത്തും മാതൃകയാണ് ഞാൻ. അപ്പൊ ഞാൻ മാതൃകയാണെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജോലി നിർവഹണമാണ്, അതല്ലാതെ അഹങ്കാരത്തിന്റെ ഭാഷയിലല്ല. ഈ മാതൃകകൾ വളരെ കുറ്റമറ്റതും സത്യസന്ധവുമായിരുന്നു. നമുക്ക് മറ്റുള്ളവരായിട്ടൊക്കെ താരതമ്യം ചെയ്തിട്ട് പറയുമ്പോൾ, നമ്മളുടെ രാഷ്ട്രീയ രംഗത്തൊക്കെ പല നേതാക്കന്മാർ വന്നു പോയിട്ടുണ്ട്, ഇന്ത്യയിലും പുറത്തൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ അവരുടേതായ ചില മാതൃകകളൊക്കെ വലിയ മഹാന്മാരായിട്ട് അവതരിപ്പിച്ചു വരാറുണ്ട്. ഈ ആളുകളുടെ സ്വകാര്യ ജീവിതം അറിയുന്ന അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ എഴുതിയ പുസ്തകങ്ങൾ നമ്മളെ പല നേതാക്കന്മാരെയും പറ്റി. ആ പുസ്തകം വായിക്കുന്ന ആളുകൾക്ക് ഇവരോട് മതിപ്പ് കുറയുന്നു. ഈ ഉണ്ട് എന്ന് പറയുന്ന ആളുകളുടെ ഏറ്റവും സ്വകാര്യതകളും രഹസ്യങ്ങളും അറിയുന്ന കൂടെ നടക്കുന്ന പല ആളുകൾക്കും അവരെ പറ്റി മതിപ്പ് കുറയുന്നു. മാതൃക ഉണ്ട് എന്ന് പറയുന്ന ഒരു കഥയാണത്. അതിന് കാരണം അവർ കാണിക്കുന്ന മാതൃകകൾ പലതും പൊതുസമൂഹത്തിന്റെ മുമ്പിലാണ്, വേറെ എവിടെ അവർ കാണിക്കാൻ തയ്യാറില്ല. പല രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മളെ നാട്ടിലും വിദേശത്തും ഒക്കെ ഉള്ളവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഇപ്പോഴും പറയുന്നൊരു വാക്കാണ്, നിങ്ങൾ ഞങ്ങളുടെ സ്വകാര്യ ജീവിതം അന്വേഷിക്കേണ്ടതില്ല, ഞങ്ങളുടെ പരസ്യ ജീവിതം, പൊതുജീവിതം എങ്ങനെയുണ്ട് നോക്കിയാൽ മതിയാണ്. ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് നിങ്ങൾ ഇറങ്ങി വരണ്ട, ഞങ്ങളുടെ പൊതുജീവിതം എങ്ങനെയുണ്ട് നിരീക്ഷിച്ചാൽ മതി എന്നാ പറയാം. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ സ്വകാര്യ ജീവിതം മഹാപോക്കാണെന്ന് തന്നെയാണ് അവരാ പറഞ്ഞതിന് അർത്ഥം. സ്വകാര്യ ജീവിതം അന്വേഷിച്ചു പോയാൽ പോക്കാണ് കാര്യം. പൊതുജീവിതത്തിൽ അവർ നമ്മളെ മുമ്പിൽ നല്ല ഫിഗറായിട്ട് ഇങ്ങനെ നിൽക്കും, അത് നോക്കിയാൽ മതി എന്നാ പറയില്ല. ഇവരൊക്കെ അങ്ങനെ പറയുന്നു. ഇവിടെ അങ്ങനെയല്ല മാതൃക. ഇവിടെ മാതൃക എന്താ പറയുന്നത്? നബിന്റേത് എത്രത്തോളം ശുദ്ധമാണോ പരസ്യം, അതിലേറെ ശുദ്ധമാണ് സ്വകാര്യ ജീവിതം. നമ്മൾ വെറുതെ ആരോപിക്കല്ല, അദ്ദേഹവും അവകാശപ്പെടുന്നു, അദ്ദേഹത്തെ ഏറ്റവും അടുത്തറിയുന്ന അനുയായികൾ അങ്ങനെ അവകാശപ്പെടുന്നു, അദ്ദേഹം അത്ര വിശുദ്ധനാണ് സ്വകാര്യ ജീവിതത്തിൽ. ഒരു ഉദാഹരണം, പാതിരാവുകളിൽ എല്ലാ ആളുകളും ശാന്തമായി കിടന്നുറങ്ങുമ്പോൾ, എല്ലാവരും ശാന്തമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, നന്നായിട്ട് ഉറങ്ങണം, അത് ശരീരത്തിനും മനസ്സിനൊക്കെ ഉന്മേഷമാണ് നമ്മളൊക്കെ ഇപ്പോൾ പറയുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ പരസ്യ പ്രബോധനം നടത്തുന്ന
ജനങ്ങളുടെ ഇടയിൽ അവരിലൊരാളായി ജീവിച്ചിരുന്ന മുഹമ്മദ് നബി ഭാര്യമാരടക്കം ഉറങ്ങുന്നിടത്ത് പാതിരാവുകളിൽ ശാന്തതയിൽ ഒറ്റക്കെഴുന്നേറ്റ് നിന്ന് തന്നെ നിയോഗിച്ച റബ്ബിന്റെ മുമ്പിൽ സർവഭക്തനായിക്കൊണ്ട് പരമഭക്തനായിക്കൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. നേരം പുലരുവോളം ആരാരും കാണാനില്ല, കേൾക്കാനില്ല. ചിലപ്പോൾ ഭാര്യമാര് വരെ ഉറങ്ങുകയാണ്. അവരൊക്കെ ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് ഒറ്റക്ക് നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊരു കപട ഭക്തനല്ല, കപടമായ നാട്യങ്ങളില്ല. സത്യസന്ധമായിട്ടും താൻ പറയുന്നതൊക്കെയും സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും കൊണ്ടു നടക്കുന്ന മാതൃക. ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, വളരെ പ്രസിദ്ധമാണ്. ഏതൊരു മഹാനെ സംബന്ധിച്ചും അയാളെ ഏറ്റവും അടുത്തറിയുന്ന ആൾക്ക് മതിപ്പുണ്ടാവില്ല. അതാണ് ഇതിന്റെ സംഗതി. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ഏറ്റവും അധികം മതിപ്പുണ്ടാവുന്നത് അദ്ദേഹത്തെ ഏറ്റവും അടുത്തറിയുന്ന ആളുകൾക്കാണ്. ഏറ്റവും അടുത്തറിയുന്ന ആളുകൾക്കാണ്. ഇപ്പൊ നമ്മൾ സ്റ്റേജിൽ കാണുന്ന വലിയൊരു പ്രഭാഷകൻ, അത് മത ഏത് രംഗത്താവട്ടെ, അയാൾ മഹാനാണെന്ന് എല്ലാവരും പറയും. അയാൾ കൂടെ നടക്കുന്ന ആളുകൾക്ക് 10 വയസ്സിന്റെ വില എളുപ്പം ഉണ്ടാവില്ല, അയാളെ പറ്റി മതിപ്പുണ്ടാവില്ല. കാരണം അയാളുടെ ജീവിതത്തിൽ അതൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. അകലെ നിന്ന് കാണുന്നവർക്കല്ല കൂടുതൽ മതിപ്പ്, ഏറ്റവും അടുത്ത് പെരുമാറുന്ന ആളുകൾക്കാണ് അദ്ദേഹത്തോട് കൂടുതൽ മതിപ്പുള്ളത്. അതാണ് മാതൃക. നിങ്ങൾ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് 40-ാമത്തെ വയസ്സിലാണ്. ആ 40-ാമത്തെ വയസ്സിൽ ഞാൻ നബിയാണ് എന്ന് പറയാം. നിങ്ങൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടൊരു ആവർത്തനം കൊണ്ട് അതിന്റെ ഗൗരവം കുറയരുത്. 40 വയസ്സ് വരെ ഒരു രാജ്യത്ത് ജീവിച്ചൊരു മനുഷ്യൻ ഒരു ദിവസം പറയാണ് ഞാൻ നബിയാണ്. എന്തൊക്കെ സംഭവിക്കാം അവിടെ? അതിന്റെ അലയൊലികൾ, പ്രത്യാഘാതങ്ങൾ, പ്രതികരണങ്ങൾ എന്തുണ്ടായി. ഒരാൾ നബിയാന്നാണ് പറഞ്ഞു വരികയാണ്. ഭ്രാന്തനാന്ന് വിളിച്ചു ആളുകൾ ഒക്കെ പറഞ്ഞിട്ട് ഒക്കെ ഉണ്ടായല്ലോ. പക്ഷെ ഒരു സംശയവും ഇല്ലാതെ അന്ന് വിശ്വസിച്ച ആൾ ആരാര്യങ്ങള്? ഏറ്റവും ആദ്യം വിശ്വസിച്ച ആള് അദ്ദേഹത്തിന്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ. 25 വയസ്സ് മുതൽ അദ്ദേഹത്തിന്റെ കൂടെ ഭാര്യയായിട്ട് നിൽക്കുകയാണ്. 15 വർഷം ഭാര്യാപദത്തിലിരിക്കുന്ന ആളാണ് ഖദീജ. നബിയേക്കാൾ 15 വയസ്സ് കൂടുതലുണ്ട്. നബിക്ക് 40 ആവുമ്പോൾ 55 വയസ്സിൽ ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഭാര്യയാണ് ആദ്യം നബി എന്നാണ് പറഞ്ഞപ്പം സംശയമില്ലാതെ അങ്ങോട്ട് വിശ്വസിച്ചു. അദ്ദേഹം ഇറാ ഗുഹയിൽ പോയിരുന്ന ആദ്യത്തെ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഭക്ഷണം ഒരുക്കി കൊടുത്തു. എന്തിനാണെന്ന് അറിയില്ല, അവർക്കും അറിയില്ല, നബിക്കും അറിയില്ല എന്തിനാ പോയിരിക്കുന്നത്. മറ്റാരുടെ നിയന്ത്രണത്തിന് വിധേയമായി പോകുന്നത് പോലെ ഒക്കെ ചെയ്തു കൊടുത്തു, ഭക്ഷണം കൊടുത്തു. പേടിച്ചരണ്ട് വീട്ടിൽ വന്നു. അന്ന് ഖദീജ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് പുതച്ചു തരണം, ആശ്വസിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഖദീജ തന്നെ പറഞ്ഞ വാക്ക്, നബി അന്നറിയില്ലോ, നിങ്ങൾ അള്ളാഹു കയ്യൊഴിക്കില്ല. അള്ളാഹുവിൽ ഇവർക്കൊക്കെ വിശ്വാസമുണ്ട്, അള്ളാഹുവിൽ കയ്യൊഴിക്കില്ല. നിങ്ങൾ അശരണരായ രക്ഷയില്ലാത്ത ആളുകളെ സഹായിക്കുന്ന ആളാണ്. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നിടത്ത് ഓടിയെത്തുന്ന ആളാണ്. കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്. അങ്ങനെ നല്ല കുറെ ക്വാളിറ്റികളുള്ള ആളാണ് നിങ്ങൾ. നിങ്ങൾ അള്ളാഹ് കൊടുക്കില്ല, ഇടങ്ങാറാക്കൂല, നിങ്ങൾ സമാധാനിച്ചു. ഹലോ, അങ്ങനെയാണെന്ന് ആരോപിക്കാൻ കഴിയില്ല ഇതില്. കാരണം ആ വാദം ഉന്നയിച്ചത് കൊണ്ട് നബിക്കുണ്ടായത് മുഴുവൻ നഷ്ടങ്ങളാണ്. എന്താ നഷ്ടം? വാദം നബിയാണെന്ന് പറഞ്ഞു, ഞാൻ മാതൃകയെന്ന് പറഞ്ഞ ആദ്യത്തെ സംഭവത്തിൽ എന്നെ മൂത്താപ്പ ബഹിഷ്കരിച്ചു, കുടുംബം ബഹിഷ്കരിച്ചു, ബഹിഷ്കരണ പത്രിക എഴുതി കഅബയിൽ തൂക്കി. അടുത്ത വർഷങ്ങളിൽ തന്നെ ഒന്നാകെ ബഹിഷ്കരിച്ച് വല്ലിപ്പയായിരുന്ന അബൂ താലിബിന്റെ ഈന്തപ്പന തോട്ടുണ്ട് കഅബാലയത്തിന്റെ തൊട്ടടുത്ത്.
ഷൈബ് അബി താലിബ് എന്ന് പറയുന്നത് ആ താഴ്വര, അവിടേക്ക് ഒന്നായിട്ട് മാറ്റി അങ്ങാടിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ ചെന്നാൽ കിട്ടാത്ത രൂപത്തിൽ ബഹിഷ്കരിച്ചു, പട്ടിണിയിട്ടു, ഇലകൾ തിന്നേണ്ടി വന്നു. ഈ ഖദീജ റളിയല്ലാഹുഅൻഹയാണ് അവരുടെ സ്വാധീനം കൊണ്ട് ചിലതൊക്കെ കൊണ്ടുപോയി കൊടുത്തത്. ഈ കഷ്ടപ്പാട് മുഴുവൻ സഹിക്കുന്നത് നബി എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്, മാതൃകാ പുരുഷനാണ് എന്ന് അവകാശപ്പെട്ടതിന്റെ പേരിലാണ്. അപ്പൊ ഇതൊരു തട്ടിപ്പാണെങ്കിൽ ഇതൊന്നും സഹിക്കാൻ തയ്യാറാവൂല. തട്ടിപ്പുകാർക്ക് ലാഭം ഉണ്ടാകാനാണല്ലോ നോക്കുക. അപ്പൊ അദ്ദേഹത്തെ ഏറ്റവും ആദ്യം അംഗീകരിച്ചത് അദ്ദേഹത്തെ ഏറ്റവും അടുത്തറിയുന്ന ആളുകളാണ്. രണ്ടാമത് അദ്ദേഹത്തെ ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ച് പിന്നെ പ്രഖ്യാപിച്ച ആരാണ്? അബൂബക്കർ റളിയല്ലാഹു. അബൂബക്കർ റളിയല്ലാഹു നബി തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമുള്ളത്. ഒന്നിച്ച് കളിച്ചു വളർന്ന, ഒരേ ഇതിൽ കളിച്ചു വളർന്ന ആളുകൾ. 40 വയസ്സ് വരെയും നബിയെ പരിചയമുള്ള ആള്, പിന്നെയും പരിചയമുള്ള ആള്, മരണത്തിലും നബിന്റെ തൊട്ടടുത്ത് ഖബറുള്ള ഒരാളാണ്. അത്ര അടുത്ത് പരിചയമുള്ള ആള്. മുഹമ്മദ് നബി നബിയാണെന്ന് പറഞ്ഞപ്പോ ഒരു സംശയവും ഇല്ലാതെ വിശ്വസിച്ച ആളാണ് അബൂബക്കർ. അദ്ദേഹം കളവ് പറയില്ല. ഇത് പിന്നോട് ചെയ്താലും പറയണ്ട, അങ്ങനെ നമ്മള് പറയാം. വേറുള്ളവരോടൊക്കെ പറഞ്ഞോ, നമുക്ക് കിട്ടണമൊക്കെ ഉണ്ടാക്കിക്കോ, വലിയ സൗഹൃദാണ് ഞങ്ങളെ പറയാം. എന്നോട് തടിക്കലും തട്ടിപ്പൊന്നും അന്നപ്പോ എനിക്കറിയാലോ എന്നാണ് നമ്മള് പറയാം. നബി അദ്ദേഹം നബിയാണെന്ന് പറഞ്ഞപ്പോ ആദ്യം വിശ്വസിച്ചു അബൂബക്കർ. പിന്നെയും കുറെ സംഭവങ്ങളുണ്ട് വിശദമായിട്ട് പറയണ്ടേ. ഒരു സ്ഥലത്ത് പോലും അവിശ്വസിക്കാതെ അദ്ദേഹത്തിനെതിലൊരു മറുവാക്ക് എതിർവാക്ക് പറയാതെ അക്ഷരം പ്രതി അങ്ങനെ തന്നെ നബിന്റെ പിന്നാലെ നടന്ന ആള് അബൂബക്കറാണ്. ഏറ്റവും അടുത്ത സുഹൃത്ത്. ഒരു കൂട്ട് തട്ടിപ്പാണെങ്കിൽ ഈ നാട് വിടാനും അടിയിടിയൊക്കെ കൊള്ളാനൊക്കെ തയ്യാറാവൂ ഒരു കള്ളത്തരത്തിന് വേണ്ടി. എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിലല്ലേ ആ കള്ളത്തരത്തിന് കൂട്ടിക്കൊണ്ടുള്ളൂ. അല്ല, ആദ്യം വിശ്വസിച്ചു. ഇനി 2 ആളുപേര് കൂടി ഉണ്ട്. ഒന്ന് അലിയാണ്, അലി റളിയല്ലാഹു അൻഹു, നബിന്റെ മൂത്താപ്പാന്റെ മകനാണ്, അബൂ താലിബിന്റെ മകൻ. നബിന്റെ വീട്ടിലാ വളർന്നിരുന്നത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ. ഏറ്റവും ആദ്യം വിശ്വസിച്ച 3ാമത്തെ ആള് നബിന്റെ വീട്ടിൽ വളർന്ന നബിനെ പരിചയമുള്ള അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് നബിയെ പരിചയമുണ്ട്, മൂത്താപ്പാന്റെ മകനാ, നല്ല തന്റെ ഇടമുള്ള യുവാവാണ്. ധൈര്യമായിട്ട് പ്രഖ്യാപിച്ചു ഇസ്ലാം. പിന്നെ 4ാമതൊരാളുള്ള ആരാണ് നിങ്ങള്? സെയ്ദ് എന്ന് പറയുന്ന അടിമയായിരുന്ന ഒരാളാണ്. ഖുർആൻ ഏക മനുഷ്യന്റെ പേര് പറഞ്ഞതാ സഹാബിയോട് സെയ്ദ്. ഖുർആനിൽ ആ പേര് ഉപയോഗിച്ചിട്ടുണ്ട്, സെയ്ദ്. ഫലമ്മാ ഖളാ സെയ്ദുൻ എന്ന് സൂറത്തുൽ അഹ്സാബിൽ പേര് പറഞ്ഞ ആളാണ്. അടിമയായിരുന്നു അദ്ദേഹം. അതേ അടിമയാക്കി നബി അടിമയാക്കിയതല്ല. അദ്ദേഹത്തെ അതിന്റെ ആളുകൾ കുടുംബത്തെ കൊള്ളയടിച്ച് വഴിയിൽ വെച്ച്, മരുഭൂമിയല്ലേ, കൊള്ളയടിച്ച് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്ന് ചന്തയിൽ കൊണ്ടുവന്ന് വിറ്റതാണ്. അങ്ങനെ സ്വാഭാവികമായിട്ട് ഇസ്ലാമിന് മുമ്പ് ഖദീജയുടെ അടുക്കലെത്തി. ഖദീജയുടെ അടുത്തെത്തിയത് സ്വാഭാവികമായിട്ട് നബി വിവാഹം കഴിച്ച് ഒന്നിച്ചാവുമ്പോൾ നബിന്റെ അടുത്തെത്തി. അങ്ങനെയാണ് സെയ്ദ് നബിന്റെ അടുത്ത് വരുന്നത്. ആളുകൾ സെയ്ദ് ഇബ്നു മുഹമ്മദിന്റെ മകൻ സെയ്ദ് എന്നൊക്കെ പറയാൻ തുടങ്ങി. അത്ര അടുത്ത ബന്ധമായിരുന്നു. അടിമയാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളും കുടുംബക്കാരും അന്വേഷിച്ചു വന്നു. അവസാനം മുഹമ്മദിന്റെ അടുക്കലാണ് ഉള്ളതെന്ന് വിവരം കിട്ടി മക്കത്തെത്തിയപ്പോ. അപ്പൊ ആളുകൾ പറഞ്ഞു, എന്ത് വില കൊടുത്ത് ഞങ്ങൾ വാങ്ങിക്കോളാറുണ്ട്, തിരിച്ചു പോയിട്ടാണ്. അപ്പൊ അവരോട് ഒരു പൈസ കൊടുക്കണ്ട, ചെന്നാ മതിയാ, ചെന്ന് പറഞ്ഞാൽ കിട്ടുന്നതാണ്, അത്ര നല്ല മനുഷ്യനാണ് മുഹമ്മദ് എന്നാണ്. അങ്ങനെ ചെന്ന് അവരന്വേഷിച്ചു. അപ്പം നബി ചോദിച്ചു, താരാത്ത അമ്മാവനാണ്, മറ്റാരൊക്കെ ഓരോന്ന് ചോദിച്ചു, ഒക്കെ പറഞ്ഞു. അപ്പൊ അവര് വന്നത് നിന്നെ കൊണ്ടുപോകാനാണ്, നിനക്ക് പോകാറ്. അപ്പൊ സെയ്ദ് പറഞ്ഞത് അറിയോ, എന്റെ ബാപ്പിയും നിങ്ങൾ തന്നെയാണ്, ഞാൻ അവിടെ നിൽക്കുന്ന, ഞാൻ പോകുന്നില്ല, അവിടെ നിന്നു. അതാണ് സെയ്ദ്. ആ സെയ്ദാണ് ആദ്യം ഇസ്ലാം പ്രഖ്യാപിച്ച 4ാമത്തെ ആള്. നിങ്ങൾ നോക്കൂ, ഈ 4 ആളുകളും റസൂലുള്ളാഹിനെ ഏറ്റവും അടുത്തറിയുന്ന ആളുകളാണ്. അവരാരും അദ്ദേഹത്തെ അവിശ്വസിച്ചില്ല, ഒരു വാക്കിൽ പോലും അവിശ്വസിച്ചില്ല. അതിന് കാരണം എന്താ അറിയോ? അദ്ദേഹം കളവ് പറയില്ല, അബദ്ധം പറയില്ല. അത്ര സത്യസന്ധനും ഉത്തരവാദിത്വമുള്ള ആളുമാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ വിശ്വസിക്കുന്നവരെ സൂചിപ്പിച്ചത് ഇതാണ്. മാതൃകാ പുരുഷനാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കണ മാതിരി ഒരു ചെറിയ നബി മാതൃക കേട്ടോ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പറയാനുള്ളതല്ല. അങ്ങനെ ഒരു സംഭവം
ഈ ലോകത്തിന്റെ മുമ്പിൽ ഇന്നും ലോകത്തിന് കാണാവുന്ന ഒരു മാതൃക. ഒറ്റ വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ആധുനിക ലോകത്തിന്റെ മുമ്പിൽ, മുസ്ലിം ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും പുതിയ ഒരു പ്രശ്നം വരുന്നു നോക്കുക. സാമ്പത്തിക രംഗത്ത് പല ഇടപാടുകൾ പുതിയത് വരുന്നതാണ്. അതിലൊരു ഇഷ്യൂ വരുന്നു. ഈ വൈദ്യശാസ്ത്രത്തിന്റെ മേഖല ദിനേന മാറിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് നമ്മളുള്ളത്. സാമൂഹ്യ ക്രമങ്ങൾ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം അങ്ങനെയാണ് ഇപ്പോ. അതൊക്കെ പ്രശ്നങ്ങളായി ഇങ്ങനെ വരികയാണ്. ആ പ്രശ്നങ്ങളുടെ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം കിട്ടണമെന്ന് മുസ്ലിം പണ്ഡിതന്മാരോട് ഒരാൾ വന്ന് ആവശ്യപ്പെടും. ഇതിലെന്താ നമ്മൾ ചെയ്യേണ്ടത് എന്ന് മുസ്ലിം പണ്ഡിതനോട് ചോദിച്ചാൽ അദ്ദേഹം ചെയ്യുന്ന പണി എന്താ പറയുക? അതിന് പരിഹാരം അദ്ദേഹം ചെയ്യുന്ന പണി ആദ്യം 14 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു പഴയ പുസ്തകം എടുക്കും. ഖുർആൻ എന്നാണ് അതിന്റെ പേര്. അത് മറിച്ചു നോക്കും. അതിൽ ഇതിലെന്താ പറഞ്ഞത്? ഇപ്പൊ ഏറ്റവും പുതിയ പ്രശ്നം വന്ന 1400 കൊല്ലം പഴക്കമുള്ള ഒരു പഴയ പുസ്തകം എടുത്ത് മറിച്ചു നോക്കുക. പിന്നെ ചെയ്യണം എന്താ അറിയോ? അതിവിടെ എത്തിച്ചെന്ന ഒരാളുണ്ട്, മുഹമ്മദ് ഉണ്ട്, ഒരു മനുഷ്യൻ, ഒരു കാട്ടറബി. മക്കത്തും മദീനത്തൊക്കെ ആട് മേച്ച് നടന്നിരുന്ന അപരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ സംസ്കാരം എന്താണെന്ന് അറിയാത്തൊരു നാട്ടിൽ ജീവിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം ഈ വിഷയത്തിൽ എന്താ പറഞ്ഞത് നോക്കുക എന്ന് അറിയങ്ങള് ഏറ്റവും പുതിയൊരു വിഷയം വരുമ്പോ അതിന് കാരണം എന്താ അറിയങ്ങള് അതിൽ നോക്കിയാൽ അതിന് മറുപടി കിട്ടുമെന്നുകൊണ്ടാണ്. ഇന്നും അതിൽ നോക്കിയിട്ടാണ് മുസ്ലിം പണ്ഡിതന്മാര് പ്രശ്നങ്ങൾക്ക് മറുപടി പറയുന്നത്. അതാണ് മാതൃക. ആ മാതൃകാ പുരുഷനാണ് മുഹമ്മദ് നബി. അങ്ങനെ ഒരു മാതൃകാ പുരുഷൻ ഇസ്ലാമിനല്ലാതെ വേറെ എവിടെയും ഇല്ല എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മഹത്വവും അംഗീകാരവും. അത് മനസ്സിലാക്കി നമ്മൾ അദ്ദേഹത്തെ മാതൃകയാക്കണം. ലോകത്തോട് ആ മാതൃക പിന്തുടരാൻ നമ്മൾ പറയണം. അതിനുള്ള ശ്രമമാണ് നമ്മുടേതായിട്ടുണ്ടാവേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.